ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുക. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് +2 നോർമലി നിങ്ങൾക്ക് ഫസ്റ്റ് നിന്ന് വരുന്ന ചാപ്റ്റർ കമ്പയർ ചെയ്യുന്ന സമയത്ത് സൊല്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രോ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും കെമിക്കൽ കൈനറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം അങ്ങനെ കവർ ചെയ്ത് വരുന്ന സമയത്ത് എല്ലാവരും ഈ ഓർഗാനിക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തോണ്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. എങ്ങനെയാണ് ഓർഗാനിക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഞാൻ കുറച്ച് നന്നായിട്ട് ഓഡിബിൾ ആവുന്നത് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഈ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്, പിന്നെ എങ്ങനെ പഠിക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്ട് ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ മെയിൻലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്, എങ്ങനെ റിയാക്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, എങ്ങനെ നെയിമിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നെയിമിങ്ങിലേക്ക് പോവാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓർഗാനിക് സിമ്പിൾ ആക്കി തരിക എന്നുള്ളതാണ് എന്റെ എന്ന് പറയുന്നത്, ജോലി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റുള്ള ചാപ്റ്റർ സിമ്പിൾ ആക്കി തരണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഓർഗാനിക് ആണ് എപ്പോഴും എന്ത് ചെയ്ത് നിൽക്കുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള കോമ്പൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്? ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, മീത്തൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്. ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന കോമ്പൗണ്ട് ആണ് മീത്തൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മീത്തൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആൽക്കെയിൻ സിസ്റ്റം ആണ്. എന്ത് സിസ്റ്റമാണ്? ആൽക്കെയിൻ സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട്, കോമ്പൗണ്ടുകൾ ഉണ്ട്. എന്തുണ്ട്? സാച്ചുറേറ്റഡ് എന്താണ് കോമ്പൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്ത് കോമ്പൗണ്ട്സ് ഉണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, എന്താ ഈ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കെയിൻ സിസ്റ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. അപ്പൊ ആൽക്കെയിൻ സിസ്റ്റങ്ങളെയാണ് ആൽക്കീൻ സിസ്റ്റങ്ങളെ, അതുപോലെ തന്നെ ആൽക്കെയിൻ സിസ്റ്റങ്ങൾ, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരാളുണ്ട്, അയാളാണ് എന്തെന്ന് പറയുന്നത്, ബെൻസീൻ എന്ന് പറയുന്നത്. ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഓർഗാനിക്കിൽ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു, ബേസ് മുതൽക്ക് തന്നെ പഠിച്ചു വരികയാണ്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് റിയാക്ഷനിലേക്ക് പോവാം. പക്ഷെ അതിനെക്കാട്ടിലും എളുപ്പം എന്താണ്, നമുക്ക് ഏറ്റവും പ്രിലിമായിട്ട് നമുക്ക് തുടങ്ങി വന്ന് പിന്നെ നമുക്ക് എന്തിലേക്ക് പോവാം, റിയാക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആൽക്കീൻ എന്താണ്, ആൽക്കീൻ സിസ്റ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, അരോമാറ്റിക് സിസ്റ്റങ്ങളുണ്ട്. അവരാണ് എന്തെന്ന് പറയുന്നത്, ബെൻസ്. ഡൗട്ട് ഉണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് മുമ്പ് അറിയുന്ന കാര്യങ്ങളാണ്. ഓഡിബിൾ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തിൽ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടോ? ചാറ്റിൽ വരാം. ഓക്കെ ഓക്കെ ഓക്കെ, ചിലവർക്ക് എന്തോ വോയിസ് ബ്രേക്ക് ആവുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് പറയുന്നുണ്ട്, അതുപോലെ നെറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? ഇപ്പോ ചാറ്റിൽ വരുമോ? നിങ്ങൾ ആരെങ്കിലും ചാറ്റിലൊന്ന് പറഞ്ഞു ഇപ്പൊ എങ്ങനെ വോയിസ് ക്ലിയർ ആണോ? കേൾക്കാം? ക്ലിയർ ഇല്ല. നെറ്റിന്റെ
ഇപ്പോൾ സ്റ്റക്കാവുണ്ടോ? സ്റ്റക്കാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു മിനിറ്റ്. ഇപ്പൊ എങ്ങനെയാണ് സംസാരിച്ചത്? ഇപ്പോ ക്ലിയർ ആണോ? വോയിസും ഓഡിയോ വീഡിയോ സ്റ്റക്ക് ഉണ്ടോ? ഒന്ന് ചാറ്റിൽ പറഞ്ഞേ. സ്റ്റക്ക് ഉണ്ട്. ചിലവർക്ക് മാത്രമാണ് സ്ക്രീൻ ക്ലിയർ അല്ല സാർ. ചിലർക്ക് ക്ലിയർ ആണല്ലോ. ക്ലിയർ ഉള്ളവരൊന്ന് എസ് അടിച്ചേ. ക്ലിയർ ആയവര്. ആ, ചിലർ എസ് അടിക്കുന്നുണ്ട്. ആ, നോക്കി. ക്ലിയർ അല്ല എന്ന് പറഞ്ഞവര് നിങ്ങളുടെ നെറ്റ് കണക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യട്ടോ. വലിയ കുഴപ്പം ഞങ്ങൾക്ക് ഇവിടെ തോന്നിയില്ല, ബെറ്റർ ആണ്. ഓക്കെ, നോക്കാം. എന്തായാലും മുന്നോട്ട് പോട്ടെ. സാർ ഇടയ്ക്കും ചോദിച്ചേക്കും. ഓക്കെ ഓക്കെ ഷുവർ. ഫീഡ്ബാക്ക്. ഓക്കെ, നമ്മൾ എന്തായാലും നെറ്റ് അതിലുണ്ടല്ലോ അല്ലേ? ഓക്കെ. ക്ലോസ് ചെയ്തോ. അപ്പൊ ഇതാണ് ആൽക്കെയിൻ, ആൽക്കീൻ ആൻഡ് എന്താണ് അരോമാറ്റിക് സിസ്റ്റംസ്. ആൽക്കെയിൻസ് ആൻഡ് എന്താണ് അരോമാറ്റിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ അൺസാച്ചുറേറ്റഡ് ആൻഡ് സാച്ചുറേറ്റഡ് സിസ്റ്റംസ് ആണ് ഇതില് എന്തുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഇതാ നിങ്ങൾക്ക് നോക്കി അറിയാം. പ്രൊപ്പൈൽ അവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇതെന്താണ്? ഒരു സാച്ചുറേറ്റഡ് സിസ്റ്റം ആണ്, ഒരു എന്താണ് ആൽക്കെയിൻ കോമ്പൗണ്ട് ആണ്. അതുപോലെ തന്നെ എന്താണ് അൺസാച്ചുറേറ്റഡിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ആൽക്കീൻ ആൻഡ് എന്താണ് ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. അതുപോലെ ബെൻസീൻ ടൈപ്പ് കോമ്പൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഓർഗാനിക്കിൽ അറിയുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ പോകുന്നു. എങ്ങനെയാണ് ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു എ ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എ ആൻഡ് ബി എന്താണ് ഗീവ്സ് എന്താണ് സി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതായിട്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്ന കാര്യം എന്താണ്? അപ്പൊ എന്താണ് എ ബി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് തന്നെ ആയിക്കോട്ടെ ഇത്. ഓക്കെ, ഒരു കാർബൺ ഹൈഡ്രജൻ തന്നെ ആയിക്കോട്ടെ, ബോണ്ട് തന്നെ ആയിക്കോട്ടെ. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഒരു റിയേജന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഒരു റിയേജന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ റിയേജന്റ് ആണ് തീരുമാനിക്കുക ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെ പൊട്ടണം എന്നുള്ളത്. അപ്പൊ ആ ക്ലീവേജ് ആണ് എന്തെന്ന് പറയുന്നത് ആര് ഡിസൈഡ് ചെയ്യുന്നത്? റിയേജന്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഓർഗാനിക് കെമിസ്ട്രിയില് രണ്ടു തരമായിട്ടാണ് എന്ത് ചെയ്യുക ക്ലീവേജ് നടക്കുക. ഒന്ന് വന്നിട്ട് എന്താണ് ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. രണ്ടാമത് വന്നിട്ട് എന്താണ് ഹെട്രോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. എന്താണ് ഹോമോലിറ്റിക് ക്ലീവേജ് അല്ലെങ്കിൽ എന്താണ് ഹെട്രോലിറ്റിക് ക്ലീവേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റം അതിന്റെ ഫ്രീ റാഡിക്കൽ ആയിട്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് അതിന് എന്തെന്ന് പറയുക ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറയാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്തായിട്ട് മാറുന്നു? എ ഡോട്ട് ആൻഡ് എന്താണ് ബി ഡോട്ട് ആയിട്ട് മാറുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് വിളിക്കുക. അത് ആരെ ഡിസൈഡ് ചെയ്യുന്നത്? ഈ റിയേജന്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹെട്രോളിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെട്രോളിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറാം? എ പ്ലസ് ബി മൈനസ് ആയിട്ട് മാറാം. അതല്ലെങ്കിൽ എന്തായിട്ട് മാറാം?
ബി പ്ലസ് എന്താണ് എ മൈനസ് ആയിട്ട് മാറും. എങ്ങനെ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അത് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? റിയേജന്റ് ആണ്. ഇതാണ് ഹെട്രോലിറ്റിക് ആൻഡ് എന്താണ് ഹോമോലിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ ഒരു റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ റിയാക്ടന്റ് എന്നുള്ളത് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏത് റിയേജന്റ് ആണ് എടുത്തിരിക്കുന്നത് നോക്കണം. അപ്പോഴേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്താണെന്നുള്ളത്, അത് ഹോമോലിറ്റിക് ക്ലീവേജ് ആണോ അല്ലെങ്കിൽ എന്താണ് ഹെട്രോലിറ്റിക് ക്ലീവേജ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ 2-3 ആൾക്കാരെ ഞാൻ നടത്തത് അപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാണിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു എക്സാമ്പിൾ CH3Cl. ഓക്കെ, ഈ CH3Cl ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് മാറും? CH3 എന്താവും? പോസിറ്റീവ് ആവും. അതുപോലെ തന്നെ Cl എന്തും ആവും? മൈനസും ആവും. ശരിയല്ലേ? ഇങ്ങനെ ഈ CH3 പോസിറ്റീവ് ആവണമെന്ന് പറയും. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്റർമീഡിയേറ്റ്സ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഇന്റർമീഡിയേറ്റ്സ് എന്ന് വിളിക്കും. അപ്പൊ കാർബണും ഹൈഡ്രജനും കൂടി ചേർന്ന് വരുന്ന ഇന്റർമീഡിയേറ്റുകളാണ് CH3 പോസിറ്റീവ്, CH3 ആൻഡ് എന്താണ് നെഗറ്റീവ്. അതുപോലെ എന്താവാം? CH3 എന്താവാം? ഡോട്ടും ആവാം. ഇവരെയാണ് എന്തെന്ന് വിളിക്കുക? ഇന്റർമീഡിയേറ്റ്സ് എന്ന് വിളിക്കുക. ഇതിലെന്താണ്? ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എന്ത് ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കുക? ഇവരെയാണ് നമ്മൾ കാർബോ കാറ്റയോൺ എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? കാർബോ കാറ്റയോൺ. അതുപോലെ ഇവരെയാണ് എന്തെന്ന് വിളിക്കുക? കാർബാനിയോൺ എന്ന് വിളിക്കുക. അതുപോലെ ഇയാളെയാണ് എന്തെന്ന് വിളിക്കുക? ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്കൊരു കോമ്പൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? ബ്രേക്ക് ചെയ്ത് നോക്കണം. അതുപോലെ റിയേജന്റ് ഏതാന്ന് നോക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മിക്ക കുട്ടികൾക്കും എന്ത് ചെയ്യാത്തത്, അറിയാതിരിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ബേസിക് ആണ്, നമ്മൾ +1 പഠിക്കുന്ന കാര്യമാണ്. എന്നാലും ഈ ബേസിക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർഗാനിക് +2 ഉള്ള റിയാക്ഷൻസ് ഒന്നുമേ എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒരു എസ് പറഞ്ഞു നോക്കട്ടെ ചാറ്റിൽ. മനസ്സിലായോ? ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഓക്കെ, ശരി. ഞാൻ അതിന് അടുത്ത സ്ലൈഡിലേക്ക് പോകണം. ഓക്കെ, അപ്പോ ഞാൻ എന്താ ആദ്യം പറഞ്ഞു? കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോ കാർബൺസ് ഫോർമേഷൻ നടത്തുന്നത്. ഹൈഡ്രോ കാർബൺ ഫോർമേഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യണോ? ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ? ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ഡിപ്പെൻഡ് ചെയ്യും? റിയേജന്റ് ആണ് എന്ത് ചെയ്യുക? ഡിപ്പെൻഡ് ചെയ്യുക. ആ റിയാക്ഷൻ എങ്ങനെ നടക്കണം എന്നുള്ളത്. 2 തരം ക്ലീവേജ് ഉണ്ട്. എന്തൊക്കെ ക്ലീവേജ് ഉണ്ട്? ഹെട്രോലിറ്റിക് ആൻഡ് എന്താണ് ഹോമോലിറ്റിക് ക്ലീവേജ് ഉണ്ട്. ശരിയല്ലേ? അത് കൂടാതെ എന്ത് ചെയ്യുന്നു? അതിൽ എന്ത് ചെയ്യുന്നു? ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇന്റർമീഡിയറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. ആ ഫോർമേഷൻ ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ആണ് കാർബോ കാറ്റയോൺ, കാർബാനിയോൺ ആൻഡ് എന്താണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശരി, ആയിക്കോട്ടെ. ഇനി ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ് സാർ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്ലാസിഫിക്കേഷൻ ഞാൻ പറയുന്നത്. എന്തൊക്കെ റിയാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്ത് റിയാക്ഷൻ ആണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷൻ ആണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? എലിമിനേഷൻ റിയാക്ഷൻ ആണ്. അടുത്ത വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ തന്നെ 2 തരം റിയാക്ഷൻ ഉണ്ട്. ഒന്ന് SN1 റിയാക്ഷനും അതുപോലെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അതുപോലെ എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും. ആ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ 2 ആൾക്കാരുണ്ട്. ആൾക്കാരൊക്കെ ഏതൊക്കെയാണ്? SN1 and എന്താണ് SN2 റിയാക്ഷൻ മെക്കാനിസം. അപ്പൊ ഞാൻ ഓരോന്നും ഇവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകണം. നിങ്ങൾക്ക് എന്താണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ആ പേര് തന്നെ ഉണ്ട്. എന്താണ് അഡീഷൻ? ഒരു സിസ്റ്റത്തില് നമ്മൾ എന്ത് ചെയ്യണം? റിയേജൻസിനെ ആഡ് ചെയ്യണു. അവിടെ എന്താ ചെയ്യുക? ഗ്രൂപ്പുകൾ ആഡ് ആവുന്നു ഒരു സിസ്റ്റത്തിലേക്ക്. ഒരു സിസ്റ്റത്തിലേക്ക് ഗ്രൂപ്പ് ആഡ് ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഗ്രൂപ്പുകൾ ആഡ് ആവും? ആ സിസ്റ്റത്തിൽ ഗ്രൂപ്പുകളുടെ എണ്ണം എന്തായിരിക്കണം? കുറവായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു അഡീഷൻ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവർ ഏതായിരിക്കണം? ഒന്നോ ആൽക്കൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ആൽക്കീൻ ആയിരിക്കണം. ഇതിൽ മാത്രമേ എന്ത് റിയാക്ഷൻ നടക്കുള്ളൂ? അഡീഷൻ റിയാക്ഷൻ നടക്കും. ഓക്കെ, ഫസ്റ്റ് വൺ മനസ്സിലായി എന്ന് വിചാരിക്കും. റിയാക്ഷൻസ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ആദ്യം എന്താണ്? അപ്പൊ എന്താണ് ഇതിൽ എന്താ ആൾക്കാരുടെ എണ്ണം കുറവെന്ന് പറയും? ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? CH3 സിംഗിൾ ബോണ്ട് CH3 ആണ്, ആൽക്കീൻ ആണ്. ശരിയല്ലേ? ഓൾറെഡി കാർബൺ ടെട്രാവാലന്റ് ആണ്. അതിൽ കാർബണും ഹൈഡ്രജനും എത്രയുണ്ട്? 2 കാർബൺ അതിന്റെ എത്രയുണ്ട്? 6 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എടുക്കുന്ന സമയത്ത് എത്രയേ ഉള്ളൂ? 2 കാർബണും 2 ഹൈഡ്രജനും ഉള്ളൂ. അതുപോലെ ഇവിടെ എടുക്കുന്ന സമയത്ത് എത്രയാണ്? 2 കാർബണും പിന്നെ എത്ര? 4 ഹൈഡ്രജനും ഉള്ളൂ. അപ്പൊ ഇതിലേക്കേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റിയാക്ഷന്റെ പേരാണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയും. ഇതേ ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്ന് ഒരു ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്ത് പോവാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ CH3 CH2 Cl.
ഈ ഒരു റിയാക്ഷൻ എടുക്കും. ഈ റിയാക്ഷനിൽ ഇവിടുത്തെ ക്ലോറിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഹൈഡ്രജനും കൂടി എന്ത് ചെയ്യണു? HCl എന്ത് ചെയ്യുന്നു? എലിമിനേഷൻ നടക്കും. HCl എലിമിനേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? പ്രോഡക്റ്റ് CH2 ഡബിൾ ബോണ്ട് എന്ത് കിട്ടും? CH2 കിട്ടും. അവിടെ എന്ത് നടന്നു? എന്ത് ഗ്രൂപ്പ് എലിമിനേറ്റ് ആയി? HCl ഗ്രൂപ്പ് എലിമിനേഷൻ. ഇതുപോലെ HCl ആവാം, H2O ആവാം, NH3 ആവാം. ഏത് ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് നടക്കാം? എലിമിനേഷൻ നടക്കാം. നിങ്ങൾ അതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയോ? ഇവിടെ ശ്രദ്ധിച്ചോ? ഈ ഒരു അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നതിൽ ഗ്രൂപ്പുകളുടെ എണ്ണം കുറവ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് റിയാക്ഷൻ? അഡീഷൻ റിയാക്ഷൻ. ഇതേ ഒരു ഗ്രൂപ്പിനെ അതിന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കീൻ സിസ്റ്റങ്ങളാണ്. അപ്പൊ അവർ രണ്ടുപേരും എന്താണ്? കോറിലേറ്റ് ആണ്. ഓക്കെ, അതുപോലെ വരുന്ന റിയാക്ഷൻ ആണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. എന്താ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡീഷനും ഇല്ല, എലിമിനേഷനും ഇല്ല. ഒരു ഗ്രൂപ്പിനെ മാറ്റി വേറൊരു ഗ്രൂപ്പിനെ എന്ത് ചെയ്യുകയാണ്? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ എഴുതുന്നു ഒരു റിയാക്ഷൻ, ഒരു എക്സാമ്പിൾ എഴുതുന്നു. ഞാൻ അവിടെ ഒരു റിയാക്ഷൻ എക്സാമ്പിൾ CH3Cl എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? OH മൈനസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ആഡ് ചെയ്യണം. OH മൈനസ് എന്ന് പറഞ്ഞാൽ എന്താവാം? ഏത് ബേസ് വേണമെങ്കിലും ആവാം. NaOH ആവാം, KOH ആവാം, ഏത് വേണമെങ്കിലും ആവാം. ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ആൾ എന്ത് ചെയ്യണു? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യണു. Cl എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടാൻ നമുക്ക്? CH3OH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്ത് കിട്ടും? മെത്തനോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അപ്പോ ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷൻ എന്ന് പറയാം? നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. ഇവിടെ എന്തില്ല? ഇവിടെ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നില്ല? എലിമിനേഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് OH വന്നിട്ട് Cl പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ ഇതിൽ തന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണത്? ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? നെഗറ്റീവ് ചാർജ് സ്പീഷ്യസ് ആണ്. ശരിയല്ലേ? എന്ത് സ്പീഷ്യസ് ആണ്? നെഗറ്റീവ് ചാർജ് സ്പീഷ്യസ് ആണ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കും? ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കും. അപ്പൊ ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഞാൻ ഇവിടെ എഴുതിയുള്ള റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ രണ്ടെണ്ണം ഉണ്ട് സാർ. നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു SN1 SN2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ശരിയല്ലേ? ആ SN1 SN2 റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തില് ഇപ്പൊ ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണം വിചാരിക്കുക. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. SN1 എന്താണ്? SN2 നേരത്തെ എഴുതിയ അതേ റിയാക്ഷൻ ഇതവിടെ നോക്കുക. CH3 ഞാൻ അതിന് കുറച്ചും കൂടെ ഇതാക്കി എഴുതുന്നു. CH3 SN1 എന്താണ്? SN2 CH3 and Cl. ഓക്കെ, ഇവിടെ ഞാൻ ഒരു സിസ്റ്റത്തിന് എടുക്കുന്നു. H എന്താണ്? Cl. SN1 SN2 എക്സ്പ്ലെയിൻ ചെയ്യണം. ശ്രദ്ധിക്കുക. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താന്ന് മനസ്സിലായി? അവിടെ എന്ത് നടക്കില്ല? അഡീഷൻ നടക്കില്ല. എന്ത് നടക്കില്ല? എലിമിനേഷൻ നടക്കില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യുന്നു? അവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവിടുത്തെ ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ രണ്ട് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് എന്ന് പറയുന്നത് SN1 റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ എന്ത് ഫോർമേഷൻ നടക്കും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഈ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അവിടെ നോക്കിയേ, ഈ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഏതൊക്കെ ഗ്രൂപ്പാണ്? ചെറിയ ഗ്രൂപ്പുകളാണ്. ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ എങ്ങനത്തെ ഗ്രൂപ്പുകളാണ്? മീത്തേൽ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഗ്രൂപ്പുകളാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. രണ്ടിലും എന്ത് ആഡ് ചെയ്ത്? OH മൈനസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Cl മാറ്റി നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ എങ്ങനെ ഇവര് പ്രോഡക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബൾക്കി ഗ്രൂപ്പ് ആയതുകൊണ്ട് വരുന്ന OH മൈനസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ആര് ഒഴിഞ്ഞു കൊടുക്കണം? ക്ലോറിൻ ഒഴിഞ്ഞു കൊടുക്കണം. ക്ലോറിൻ ഒഴിഞ്ഞു കൊടുത്താൽ മാത്രമേ ഈ റിയാക്ഷൻ പ്രൊസീഡ് ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ ഒരു OH മൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാം. എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാം? ഈ ഹൈഡ്രജൻ എല്ലാം സ്മോൾ ഗ്രൂപ്പുകളാണ്. അപ്പൊ പെട്ടെന്ന് വന്ന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അറ്റാക്ക് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഇതവിടെ എന്ത് കിട്ടും? CH3OH എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും.
പക്ഷെ ഇവിടുത്തെ കേസിൽ അത് പറ്റില്ല. ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കണം. ആദ്യം എന്ത് ചെയ്യണം? ഈ ക്ലോറിൻ ഒഴിഞ്ഞു കൊടുത്ത് ഒരു എന്ത് ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കും? CH3 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 ആൻഡ് എന്താണ്? പോസിറ്റീവ്. ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടന്നാൽ മാത്രമേ ഈ OH വന്ന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റാച്ച് ചെയ്ത് അതിന്റെ അടുത്ത സ്റ്റെപ്പിലുള്ള പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോർമേഷൻ നടക്കാൻ പറ്റുള്ളൂ. ഇതാണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? SN1 റിയാക്ഷൻ മെക്കാനിസം കാണിച്ചിട്ടുള്ളത്. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? SN2 റിയാക്ഷൻ മെക്കാനിസം കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഓഡിബിൾ അല്ലേ? നോട്ട്സ് ഒക്കെ ഞാൻ അയച്ചു തരാം. നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നോട്ട്സ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ക്ലാസ് മനസ്സിലാക്കുക ഫസ്റ്റ്. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവേണ്ട എങ്ങനെയാണ് ഇതിൽ ഓരോ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പ്രിലിമായിട്ടുള്ള ഈ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ 4 ചാപ്റ്റർ നമ്മുടെ ഓർഗാനിക്കിന്റെ എല്ലാം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാലും നമ്മൾ ഓർഗാനിക് പഠിക്കില്ല. അതുകൊണ്ടാണ് ക്രിസ്പായിട്ടും കുറച്ച് നമുക്ക് എങ്ങനെ റിയാക്ഷനെ നമുക്ക് ഫേസ് ചെയ്യാന്നുള്ളതും എങ്ങനെ പഠിക്കാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നോട്ട്സ് ഞാൻ എന്തായാലും ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട, ആ കാര്യത്തെക്കുറിച്ച് പേടിക്കേണ്ട. ഓക്കെ, ഈ പറഞ്ഞ ഈ റിയാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും SN1 SN2 റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഞാൻ എടുത്തതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആകെ 3 റിയാക്ഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ്? അഡീഷൻ റിയാക്ഷൻ പറഞ്ഞു, എലിമിനേഷൻ റിയാക്ഷൻ പറഞ്ഞു, അതുപോലെ എന്ത് പറഞ്ഞു? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറഞ്ഞു. അതുപോലെ എന്താണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 റിയാക്ഷൻ്റെ എന്താണ്? SN1 എന്താണ്? SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞു. ചാറ്റിൽ നിങ്ങൾക്ക് പറയാം. ശ്രേയ, മനസ്സിലായോ? ഒരു യെസ് ഇട്ടേ. മനസ്സിലായ ആൾക്കാര്? ഓക്കെ, നീരജ്. ഓക്കെ, അടുത്ത്. ഓക്കെ, മാനുവൽ. ഓക്കെ, സ്മിതേഷ്, വർണിക. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അരോമാറ്റിക് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് നടക്കുക? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. നമുക്കറിയാം എന്ത് ചാർജറാണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്? നെഗറ്റീവ് ചാർജറാണ്. അതുപോലെ എന്ത് ചാർജറാണ് ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്? പോസിറ്റീവ് ചാർജറാണ്. എപ്പോഴും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് ആലിഫാറ്റിക് സിസ്റ്റങ്ങളിലായിരിക്കും. എന്ത് ഈ ആലിഫാറ്റിക് സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആലിഫാറ്റിക് സിസ്റ്റങ്ങൾ പറഞ്ഞാൽ സാധാരണ കാർബൺ ഹൈഡ്രജൻ ചെയിൻഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. അരോമാറ്റിക് സിസ്റ്റങ്ങളിലാണ് എന്ത് നടക്കുക? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. എന്ത് റിയാക്ഷൻ നടക്കുക? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. അപ്പൊ നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ളതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോർമലി നമ്മൾ എല്ലാവർക്കും അറിയേണ്ട ഒരു സിസ്റ്റം പറഞ്ഞു. ഒരു റിയാക്ഷൻ നടക്കുന്ന കാര്യം പറഞ്ഞു, എന്തൊക്കെ റിയാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുടെ എല്ലാം പറഞ്ഞു തന്നു. ശരിയല്ലേ? ഇനി നമുക്ക് അറിയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റിയാക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അരുൺ, SN1 ആൻഡ് SN2 ഓൺലി ഫോർ ബേസസ് ആണോ? എക്സാക്ട്ലി. അരുൺ ചോദിച്ച ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസസ് എന്ന് പറയാൻ പറ്റില്ല അരുൺ. ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. അരുൺ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SN1 SN2 റിയാക്ഷൻ മെക്കാനിസം ബേസുകൾക്ക് മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. KOH ഇങ്ങനത്തെ ബേസുകൾക്ക് മാത്രമാണോ എന്നുള്ളതാണ് അരുണിന്റെ ചോദ്യം. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, HCl എന്ന് പറഞ്ഞ സിസ്റ്റം, ഈ Cl- എന്ത് തന്നെയാണ്? ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. HCl-ലെ H+ഉം Cl- എന്താണ്? ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. നെഗറ്റീവ് ചാർജഡ് ആയിട്ട് വരുന്ന ഏത് സ്പീഷീസിന് നമുക്ക് എന്ത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം? ന്യൂക്ലിയോഫൈൽ ആയിട്ട് ഉൾപ്പെടുത്താം. അതിൽ എന്ത് വേണമെന്നില്ല, ബേസ് തന്നെ വേണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഒരു റിയാക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എലിമിനേഷനും അതുപോലെ തന്നെ അഡീഷനും
റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നിങ്ങൾക്ക് അറിയാം, പ്ലസ് വൺ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ നോർമലി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ളതാണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ആന്റി മാർക്കോണിക്കോഫ് റൂള്. ഒരു അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് എന്ത് റൂൾ എന്ന് പറയുന്നത്? മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, ഒരു റിയാക്ഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ വെറുതെ ഇവിടെ എഴുതുകയാണ്. ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്ന റിയാക്ഷൻ തന്നെയാണ് അവിടെ എഴുതുന്നത്. CH3 CH ഡബിൾ ബോണ്ട് എന്താണ്? CH2 ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? HBr ആഡ് ചെയ്യണോ? ഇതൊക്കെ ഞാൻ ഇവിടെ എഴുതുന്നു. ഇവിടെ ഞാൻ മുകളിൽ നോക്ക്, ഇവിടെ ഒരു പോസിറ്റീവ് ആൻഡ് എന്താണ്? നെഗറ്റീവ് ചാർജ്. ഇവർ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറുക? പോസിറ്റീവ് ആൻഡ് എന്താണ്? നെഗറ്റീവ് ആയിട്ട് മാറുക. എക്സാമിന് നമ്മളിത് നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ ഇത് അറിയണം. ഇവിടെ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഒരു ആൽക്കീൻ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഡബിൾ ബോണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു സിഗ്മ ബോണ്ടും ഒരു എന്താ ഉണ്ടാവുക? പൈ ബോണ്ടും ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കോണിക്കോഫ് റൂൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എവിടെയാണോ ഹൈഡ്രജൻ കൂടുതൽ ഉള്ളത് അവിടെ വന്ന് ഏത് ആഡ് ആവും? ഹൈഡ്രജൻ ആഡ് ആവും. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ കുറവുള്ളതോ? അഡ്ജസന്റ് ഓഫ് ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ വന്ന് എന്താ ആഡ് ആവും? ഹൈഡ്രജൻ ആഡ് ആവും. അതുപോലെ ഹൈഡ്രജൻ കുറവുള്ളവിടെ എന്ത് വന്ന് ആഡ് ആവും? Br വന്ന് ആഡ് ആവും. അത് എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3 CH Br ആൻഡ് എന്താണ്? CH3. ഇതാണ് എന്ത് റൂൾ എന്ന് പറയുന്നത്? മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സിസ്റ്റം അത് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്ന എപ്പോഴും എവിടെയായിരിക്കും? ഹൈഡ്രജൻ കൂടുതലുള്ള ഡബിൾ ബോണ്ട് അടുത്തുള്ള കാർബൺ ആറ്റത്തിൽ എവിടെയാണോ ഹൈഡ്രജൻ കൂടുതലുള്ളത് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഈ മാർക്കോണിക്കോഫ് റൂളിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായോ? ഒരു യെസ് ഇടാം. മാർക്കോണിക്കോഫ് റൂൾ. ഓക്കെ ഓക്കെ ജെയിൻ. ഓക്കെ ബാക്കിയുള്ള കുട്ടികളുടെ റിപ്ലൈ ഒന്നും കാണുന്നില്ല. ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ പറഞ്ഞു എന്താണ്? മാർക്കോണിക്കോഫ് റൂൾ, ശരിയല്ലേ? ഇതേ സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ഒരു പെറോക്സൈഡുകളെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നടക്കും? ഇവിടെ നടന്ന റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് നടക്കും. എന്തുകൊണ്ട് സാർ ഓപ്പോസിറ്റ് നടക്കണം? ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ഒരു റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും ആരെ ഡിസൈഡ് ചെയ്യുക അവിടെ റിയാക്ഷൻ നടത്തണോ എന്നുള്ളത്? ആ റിയേജന്റുകളെ ഡിസൈഡ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യാണ്? ദ സെയിം റിയാക്ഷൻ CH3 CH ഡബിൾ ബോണ്ട് എന്താണ്? CH2 പ്ലസ് എന്താണ്? HBr വിത്ത് ദ പ്രസൻസ് ഓഫ് എന്താണ്? H2O2. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നടന്ന മെക്കാനിസം കാർബോകാറ്റയോൺ മെക്കാനിസം ആണ്. ഇവിടെ നടക്കുന്ന എന്താണ്? ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ എവിടെയാണോ കുറവ് അവിടെ വന്ന് എന്ത് ആഡ് ആവും? ഹൈഡ്രജൻ ആഡ് ആവും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? CH3 CH2 ആൻഡ് CH2 എന്താണ്? ഇവിടെ ഒരു Br. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ആന്റി മാർക്കോണിക്കോഫ് റൂൾ. അപ്പൊ നമ്മൾ നോർമലി ഈ റൂളൊക്കെ പഠിച്ചു വെക്കും, പക്ഷെ ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ എന്തുകൊണ്ട് ഇവിടെ Br ഒന്ന് അറ്റാച്ച് ആയി? ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നതുകൊണ്ടാണ്. ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ എന്താ സംഭവിക്കുക? കാർബോകാറ്റയോൺ ആണ്. കാർബോകാറ്റയോൺ കമ്പാരിസൺ നടത്തുന്ന എന്താ സമയത്ത്? ടേർഷറി ആണ് മോർ സ്റ്റേബിൾ, അത് കഴിഞ്ഞ പിന്നെ എന്ത് സ്റ്റേബിൾ? സെക്കൻഡറി ആണ് സ്റ്റേബിൾ, പിന്നെയാണ് പ്രൈമറി. ഇവിടെ പോസിറ്റീവ് വന്ന എന്താവില്ല? അത് സ്റ്റേബിൾ ആവില്ല. അതുകൊണ്ടാണ് ഈ മെക്കാനിസം ഫോളോ ചെയ്ത് H2O2 വരുന്ന സമയത്ത് അവിടെ എന്താണ്? ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ പ്രൈമറി ഫ്രീ റാഡിക്കൽ ആണ് മോർ സ്റ്റേബിൾ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇവിടെ വന്ന് എന്താ ആഡ് ആയത്? Br ആഡ് ആയത്. ഇതാണ് അതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു റിയാക്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സൈറ്റ്സ് ഓഫ് റൂള് എന്ത് ചെയ്യാം? എക്സ്പ്ലനേഷൻ ചെയ്യാം. എന്താണ് സൈറ്റ്സ് ഓഫ് റൂള്? അഡീഷൻ റിയാക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. അഡീഷൻ നടത്തുന്ന സമയത്ത് മാർക്കോണിക്കോഫും ആന്റി മാർക്കോണിക്കോഫും. എലിമിനേഷൻ നടക്കുന്ന സമയത്ത് എന്ത് റിയാക്ഷൻ ആണ്? എന്ത് റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുക? സൈറ്റ്സ് ഓഫ് റൂളാണ് ഫോളോ ചെയ്യുക. ഇതാ ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഇതിൽ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ ഓൾറെഡി ഉണ്ട്. ഇതാ ഇതിൽ എന്താ ഇപ്പൊ സിസ്റ്റം സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ നോക്ക്, HCl എന്ന് പറഞ്ഞൊരു സിസ്റ്റം എലിമിനേഷൻ നടക്കണു, ശരിയല്ലേ? ഇവിടെ ഒരു എന്താണ്? ഒരു ആൽക്കൈൻ സിസ്റ്റം ഉണ്ട്. അതിലെന്താണ്? ആൽക്കൈൽ ഹാലൈഡ് ആണ്, ശരിയല്ലേ? ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. HCl എന്ന് പറഞ്ഞ സിസ്റ്റം എലിമിനേഷൻ നടന്ന് ഡബിൾ ബോണ്ട് ഫോർമേഷൻ നടന്നു. അപ്പൊ ഈ നോർമലി ചോദിക്കാം, ഈ Cl ഉം ഈ H ഉം പൊക്കൂടെ? അതുപോലെ
രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഒന്നോ ഈ സി എല്ലും ഈ എച്ചും പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ സി എല്ലും ഈ എച്ചും പോവാം. എന്തുകൊണ്ട് ഈ സി എല്ലും എച്ചും പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റീസൺ തന്നെയാണ് എന്താണ്, കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി. അവർ പറയുന്നത് എന്താണ്, എലിമിനേഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എപ്പോഴും മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ 3 റൂള് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 3 റൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി എന്നുണ്ടെങ്കിൽ എസ് ഇടൂ. യെസ്, ഓക്കെ. ജെയിൻ ഓക്കെ, ആരോൺ ഓക്കെ, അടുത്ത് ഓക്കെ, വർണിക, തനീസ് ഓക്കെ 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 ഗ്രേറ്റ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. എന്താ ഈ നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയാണ് നമ്മളിപ്പോൾ ഈ ബേസിക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ വരികയാണ് +2ന്റെ എന്താ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക്. റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ഈ ഒരു സെഷൻ, ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. എന്താണ് ഈ രീതി ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ +1 നിങ്ങൾ ആദ്യം സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ എന്ത് പഠിക്കും, നിങ്ങൾ കുറേ കോമ്പൗണ്ട്സിന്റെ നെയിമിങ്ങും മറ്റു കാര്യങ്ങളും അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്ത് പറയുക, ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്ക് വരിക. ഹൈഡ്രോ കാർബൺസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, നോർമലി ഹൈഡ്രോ കാർബൺസിന്റെ എന്താണ്, ആൽക്കീന്റെ റിയാക്ഷൻ, അതുപോലെ തന്നെ ആൽക്കൈന്റെ റിയാക്ഷൻ, അതുപോലെ എന്താണ് അരോമാറ്റിക് സിസ്റ്റത്തിന്റെ റിയാക്ഷൻ. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്ത് വരിക, പഠിച്ചു വരിക, ശരിയല്ലേ? അതുപോലെ +2 കെമിസ്ട്രിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് മനസ്സിലാവാതെ നമ്മൾ ഈ 4 ചാപ്റ്റർ മറിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, ഓർഗാനിക് പഠിയാത്തത്. അതിനുള്ള ഇത് പറഞ്ഞുതരാം ഞാൻ. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക്കിൽ നമ്മൾ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ എപ്പോഴും നിങ്ങൾ ഈ 4 ചാപ്റ്റർ നിങ്ങൾ എടുത്തു നോക്കിയോ, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് ആയിക്കോട്ടെ, ആൽക്കോൾസ് ആൻഡ് ഫീനോൾസ് ആയിക്കോട്ടെ, ആൾഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അമീൻസ് ആയിക്കോട്ടെ, ഈ 4 ചാപ്റ്റർ നിങ്ങൾ എടുത്തു നോക്കിയാലും ഈ 4-5 ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുക, ആ കംപ്ലീറ്റ് ചാപ്റ്ററും പോവുക. എന്താണ് ആ 4 ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത്, എന്താണോ ചാപ്റ്ററിന്റെ പേര്, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ എന്തായിരിക്കും, നെയിമിംഗ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട്. ഏതാണോ ഒരു സിസ്റ്റം അതിന്റെ നെയിമിങ്. അപ്പൊ നമ്മളിപ്പോ പറയണമെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ക്ലോറോമീഥൈൻ അല്ലെങ്കിൽ ക്ലോറോബെൻസീൻ, അങ്ങനെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരുന്ന സിസ്റ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യം നോക്കും. ഇത് നമ്മൾ നോക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ സാധനം എന്ത് ചെയ്യണം, ഉണ്ടാക്കുക. നമ്മൾ വെറുതെ ഒരാളെ കുറിച്ച് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ആ കോമ്പൗണ്ട്സിനെ കുറിച്ച് മാത്രം നോക്കി പോയാൽ പറയാം, ആൾക്കാർ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെയാണ് എന്ത് പറയുന്നത്, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാം. ഓക്കെ, ആ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഒരു ബീക്കറും മറ്റു സാധനങ്ങളും ഒക്കെ വെച്ച് നമ്മൾ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യണം. പ്രിപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് എന്ത് ചെയ്യണം, കോമ്പൗണ്ടുകളൊക്കെ ആഡ് ചെയ്യണം. അത് നമ്മളൊരു ടെമ്പറേച്ചർ ഒക്കെ കീപ്പ് ചെയ്യണം. എല്ലാം ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കിട്ടി കോമ്പൗണ്ട്, പ്യുവറസ്റ്റ് കോമ്പൗണ്ട് തന്നെ കിട്ടി. ആ കിട്ടിയ കോമ്പൗണ്ട് നമുക്ക് കാണുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്ന് അറിയണം. അതാണ് എന്ത് എന്ന് പറയുന്നത്, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, അതിന് നമ്മൾ എടുത്ത് വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആസിഡിലോ ഇട്ട് കഴിഞ്ഞാൽ അത് അലിയോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും, ചൂടാക്കി നോക്കും. അതാണ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. അതാണ് എന്ത് പറയുക, മൂന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രിപ്പയർ ചെയ്ത ഈ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, വേറെ കുറേ റിയേജൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കും, റിയാക്ഷൻ നടന്നു നോക്കും. അതെന്തിനാ റിയാക്ഷൻ നടത്തുന്നത്, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കുക. എന്തൊക്കെയായിട്ട് ഇത് റിയാക്ഷൻ നടക്കും, എന്തൊക്കെയായിട്ട് ഇത് റിയാക്ഷൻ നടക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോക്കും. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഏതാണോ നമ്മൾ പഠിക്കുന്നത് ആ ചാപ്റ്ററിന്റെ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കും. ആ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് നടത്തുന്ന റിയാക്ഷനെ കുറിച്ച് പഠിക്കും. ആ റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, ഓർഗാനിക് നമ്മൾ എന്ത് ചെയ്യാത്തത്, പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ കാര്യത്തിൽ. ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സംഭവം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ഈ പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. എങ്ങനെയാണ് ഇന്റർലിങ്ക്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് അല്ലെങ്കിൽ ഇപ്പോ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യുക, നോർമലി നമ്മൾ ആ സാധനം പ്രിപ്പയർ ചെയ്യും, ശരിയല്ലേ? ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസിന്റെ പ്രിപ്പറേഷൻസ് ആണ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസിൽ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങളെടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസിന്റെ പ്രിപ്പറേഷൻ ആണ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ എന്ത് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്.
ഇത് ഈ കെമിക്കൽ പ്രോപ്പർട്ടീസും പ്രിപ്പറേഷൻ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടാത്തത്, ഇതിന്റെ ഐഡിയ കറക്റ്റ് ആയിട്ട് കിട്ടാത്തത്. നിങ്ങൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില റിയാക്ഷൻസ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ ഇനി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ പ്രിപ്പറേഷൻ പഠിക്കുക. ഏത് ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസിന്റെ ആ പ്രിപ്പറേഷൻ നേരെ നിങ്ങൾ എവിടെ യൂസ് ചെയ്യാം? നിങ്ങൾക്ക് ആൽക്കോൾസ് ആൻഡ് ഫിനോൾസിൽ എന്ത് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഇന്റർലിങ്ക്ഡ് ആണ്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അത് നിങ്ങൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സൈറ്റ്സ് ഓഫ് റൂൾ ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. കുഴപ്പമില്ല, സൈറ്റ്സ് ഓഫ് റൂൾ പറഞ്ഞുതരാം. ഒരു എലിമിനേഷൻ റിയാക്ഷൻ ഇവിടെ വരും, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വേറെന്താ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ജിജോ മോൻ. ഓക്കെ, അടുത്ത ആള് കഴിഞ്ഞ ബാക്കിയുള്ളവരൊന്നും കാണാനില്ല. ഷിബിൻ. ഓക്കെ ഓക്കെ, താങ്ക് യു ഷിബിൻ. പിന്നെ വേറെ അദ്വൈത, നീരജ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ്ലി എന്തിലേക്ക് പോവാണ്? ഓർഗാനിക് റിയാക്ഷനിലേക്ക് പോവാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് റിയാക്ഷൻസ് ആണ് നമ്മളിവിടെ ആദ്യം പറയുന്നത്. നിങ്ങൾ നോക്കിയോ, ഇതിലിപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക? നമ്മൾ ഒരു റിയാക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു റിയാക്ഷൻ എഴുതും. ആ റിയാക്ഷൻ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് എഴുതും? ഇന്ന ഒരു റിയേജന്റ് ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഏതാ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് എഴുതും. ഇങ്ങനെ റിപ്പീറ്റഡ് ഓഫ് എന്ത് എഴുതും? ഒരു 10-20-25 പ്രാവശ്യം ഒരു റിയാക്ഷനെ വെച്ച് നമ്മൾ എഴുതും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒക്കെ എന്തെന്നെയായിരിക്കും? സെയിം പ്രോഡക്റ്റും ആയിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി പോകുന്നതിന് പകരം ഓർഗാനിക്കലി ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഓർമ്മ നിൽക്കുള്ളൂ? നമുക്ക് റിയാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഓർമ്മ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എഴുതുന്നത് ആൽക്കഹോൾ. ഇത് ഞാൻ പറഞ്ഞതാ, ആൽക്കഹോളിന് എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഇതാണ് ലൂക്കാസ് റിയേജന്റ് ടെസ്റ്റ്. ലൂക്കാസ് റിയേജന്റ് എന്ന് അതിന് പറയാം. ലൂക്കാസ് റിയേജന്റ് ടെസ്റ്റ് ആണത്. ഓക്കെ, അപ്പോൾ HCl ആഡ് ചെയ്യുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാനത് അവിടെ ഒരു എക്സാമ്പിൾ എഴുതുന്നു. ഫസ്റ്റ് റിയാക്ഷൻ, ഇതിനെല്ലാത്തിനും ഒരേ മെക്കാനിസമാണ്. എന്താണത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് ഇതെല്ലാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഒരു എക്സാമ്പിൾ എഴുതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഇതിൽ ഏത് എടുത്തു കഴിഞ്ഞാലും സെയിം മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. ഇത് അവിടെ എഴുതുന്നു. CH3 CH2 ആൻഡ് എന്താണ്? OH, which will be reacting with the first ആളെ തന്നെ എടുത്തു. HCl എടുത്തോ? HCl എടുക്കുന്നു. H എന്താണ്? Cl. HCl എടുക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക? ഇതാ, നമ്മൾ ഇങ്ങനെയാണ് റിയാക്ഷൻ പഠിക്കുക. ഇവിടെ എന്താണ്? HOH എന്ത് ചെയ്തു? ഇവിടുന്ന് പോയി. എന്ത് പോയി? HOH. ശരിക്കും എന്താണ്? ഈ Cl വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വാട്ടർ കിട്ടും. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് എഴുതി? HOH ഇവിടെ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. പിന്നെന്താ ഇവിടെ ഉള്ളത്? Cl വന്ന് ഇവിടെ എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? CH3 CH2 ആൻഡ് എന്താണ്? Cl എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതെന്താണ്? ഒരു ആൽക്കിൽ ഹാലൈഡ് ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കി ശ്രദ്ധിച്ചോ, ഇത് HCl NaBr എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും? Br സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അതുപോലെ ഇതെന്താണ്? PCl3 PX3 പറഞ്ഞാൽ PBr3 ആവും, PI3 ആവും, PCl3 ആവും. ആ Cl എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എന്ത് സംഭവിക്കും? ഇവിടുത്തെ OH മാറി അവിടെ Cl വരും. PCl5 എടുക്കുന്ന സമയത്ത് അതുപോലെ എന്താണ്? എല്ലാത്തിന്റെയും ഈ പറയുന്ന എല്ലാ റിയാക്ഷനും സെയിം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഒരു റിയാക്ഷൻ എടുത്ത് നമ്മൾ ഓരോന്ന് പഠിക്കുന്നതിന് പകരം ഒറ്റ റിയാക്ഷനിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ആൽക്കഹോളിനെ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന റിയേജൻസ് ആണ്. ഒന്ന് ലൂക്കാസ് റിയേജന്റ്, PCl5 ആവാം, PCl3 ആവാം, SOCl2 ആവാം, അതുപോലെ തന്നെ എന്താവാം? NaBrH2SO4. ഏത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടും? നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഒരു റിയാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. നിങ്ങൾ നോക്കി, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 1-2 പേജ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരൊറ്റ റിയാക്ഷന്റെ ബേസിസിൽ. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ പൊടിക്കൈ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓർഗാനിക് റിയാക്ഷൻസ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ നമുക്ക് എല്ലാം ഇരുന്ന് നമ്മൾ മെക്കാനിസവും ഇതും എല്ലാം എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്ത് ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എന്താവുക ചെയ്യുക? കൺഫ്യൂസ്ഡ് ആവുക ചെയ്യുക. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം എന്ത് ചെയ്തു? സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം ഓർഗാനിക് പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ആദ്യം തന്നെ ഓർഗാനിക് എങ്ങനെ പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ക്ലബ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി പിള്ളേർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിക് പഠിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ ക്ലബ് ചെയ്ത് തരാനുള്ള കോൺഫിഡൻസ് എനിക്കും ഉണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ റൂൾസ് നിങ്ങൾ അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ഒന്ന് ഇത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അടുത്ത ഇതിലേക്ക് നമുക്ക് പോവാം.
ഓക്കെ ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, 2-3 റിയാക്ഷനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു, ശരിയല്ലേ? ഇനി നമ്മൾ വരികയാണ് എന്തിനെ കുറിച്ച്? ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ച് പറയാം. അപ്പൊ ന്യൂക്ലിയോഫിലിക് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അഡീഷൻ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്ത് റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു? എലിമിനേഷൻ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ എന്തിനെ കുറിച്ച് പറഞ്ഞു? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 റിയാക്ഷൻ പറഞ്ഞു. ഏതാണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. എന്താണ് ഈ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചാർജിലാണ്? പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആണെന്നുണ്ടെങ്കിൽ ഏതുമായിട്ടായിരിക്കും അവര് അറ്റാച്ച്ഡ് ആവുക? നെഗറ്റീവ് ചാർജ് സ്പീഷീസ് ആയിട്ടായിരിക്കും അവർ അറ്റാച്ച് ആവുക. ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി. ഇലക്ട്രോൺ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. ഇലക്ട്രോഫൈലിന് എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇലക്ട്രോഫൈലാണ് NO2 പോസിറ്റീവ്, നൈട്രേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ എന്താണ്? SO3H എന്താണ്? പോസിറ്റീവ്. എന്താണ്? സൾഫണേഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് കിട്ടുന്നത്, H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ CH3 പോസിറ്റീവ്, COCH3 ആൻഡ് എന്താണ്? പോസിറ്റീവ്. ഇതൊക്കെ എന്താണ്? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആൻഡ് ആൽക്കൈലേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചാപ്റ്ററിന്റെ അവസാനം ഏത് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ അവസാനം ഈ കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെ വരുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയണം എന്താ ഈ ഇലക്ട്രോഫൈൽ. ഈ ഇലക്ട്രോഫൈൽ എങ്ങനെ ഇതിൽ റിയാക്ഷൻ നടക്കണു, എന്തുകൊണ്ട് ഈ ഇങ്ങനത്തുള്ള കോമ്പൗണ്ടുകളിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇതൊന്നും ഒരു ആലിഫാറ്റിക് കോമ്പൗണ്ട് ആണ്, ശരിയല്ലേ? ആലിഫാറ്റിക് കോമ്പൗണ്ടുകൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഈ ബെൻസീൻ ഓറിയന്റഡ് ആയിട്ട് സിസ്റ്റം, അത് പറഞ്ഞാൽ അരോമാറ്റിക് സിസ്റ്റങ്ങളിൽ എന്തായിട്ട് നടക്കുന്നു? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നു. അതിന്റെ റീസൺ എന്താന്നുള്ളതും കൂടി ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി അവിടെ ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ സാധാരണ ഒരു ബെൻസീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ നടക്കാം? ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും വേണമെങ്കിൽ നടക്കാം, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വേണമെങ്കിൽ നടക്കാം. പക്ഷേ ഇവിടെ ബെൻസീൻ മാത്രമല്ല ഉള്ളത്, എന്തുണ്ട്? ഗ്രൂപ്പുകൾ അറ്റാച്ച് ആയിട്ടുണ്ട്. എന്തൊക്കെ ഗ്രൂപ്പുകൾ അറ്റാച്ച് ആയിട്ടുള്ളത് ഇവിടെ? എന്തൊക്കെ ഗ്രൂപ്പുകൾ അറ്റാച്ച് ഉള്ളത്? Cl അറ്റാച്ച് ആയിട്ടുണ്ട്, OH അറ്റാച്ച് ആയിട്ടുണ്ട്, അതുപോലെ എന്താണ്? CHO ആൽഡിഹൈഡ് അറ്റാച്ച് ആയിട്ടുണ്ട്, അതുപോലെ എന്താണ്? COH ബെൻസോയിക് ആസിഡ് അറ്റാച്ച് ആയിട്ടുണ്ട്, അതുപോലെ എന്താണ്? NH2 എന്താണ്? അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പുകളാണ് ഡിസൈഡ് ചെയ്യുക ആ റിയാക്ഷനിൽ ഏത് പൊസിഷനിൽ ഇലക്ട്രോഫൈൽ അറ്റാച്ച്ഡ് ആവണം എന്നുള്ളത്. അതെന്താ അങ്ങനെ സാർ ചോദിച്ചത്? നിങ്ങൾ ഓക്കെ ഇതൊക്കെ പറഞ്ഞു. എങ്ങനെ ആദ്യം ഈ ഗ്രൂപ്പുകൾ എങ്ങനെ അത് ഡിസൈഡ് ചെയ്യും? എങ്ങനെ ഡിസൈഡ് ചെയ്യും ചോദിച്ചു ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നുള്ളത്. നോർമലി ഇപ്പോ ഈ ക്ലോറിൻ എടുത്തോളൂ, OH എടുത്തോളൂ, ഈ 2 ആൾക്കാരും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഈ CH എടുത്തോളൂ, COH എടുത്തോളൂ, അതുപോലെ NH2 എടുത്തോളൂ. ഈ 2 എണ്ണം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇത് ഓൾറെഡി എന്തെന്നെയാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, എന്താ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, എന്താ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോണിനെ ബെൻസീന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ. ഏത് ഇലക്ട്രോണ്? ഇവിടെയുള്ള ഓൾറെഡി എന്തുണ്ട്? ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ക്ലോറിൻ എന്തുണ്ട്? ഔട്ടർ മോസ്റ്റിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, ശരിയല്ലേ? എന്താണ്? 7 ഇലക്ട്രോൺ ഉള്ളത്, അതിലൊരു ഇലക്ട്രോൺ ആയിട്ടാണ് ഇവിടെ ബോണ്ട് ചെയ്തിട്ടുള്ളത്, ശരിയല്ലേ? അപ്പൊ ഓൾറെഡി ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ബെൻസീന്റെ ഉള്ളിലേക്ക് റെസനൻസിന് വേണ്ടി അവർ എന്ത് ചെയ്തോണ്ടിരിക്കും? കൊടുത്തോണ്ടിരിക്കും. അപ്പൊ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോൺ ഇവിടെ വന്ന് ഇത് ഡബിൾ ബോണ്ട് ആവും. ഈ ഓർത്തോലും പാരയിലും എന്ത് ചാർജ് റെസനേറ്റ് ചെയ്യും? നെഗറ്റീവ് ചാർജ് റെസനേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? ഓർത്തോലും പാരലും എന്ത് ചാർജ് റെസനേറ്റ് ചെയ്യും? നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? റെസനേറ്റ് ചെയ്യും. ഇതാണ് ഏതിൽ നടക്കുന്നത്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ നടക്കുന്നത്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ഇവർ 2 കേട്ടോ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഇവര് 2 ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ഇലക്ട്രോണിനെ ബെൻസീൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും.
എന്തിനാണ് ഈ എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്? അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ നടന്ന് അവർ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ഇലക്ട്രോൺ കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ബെൻസിലേക്ക് കൊടുക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ബെൻസിനുള്ളിൽ നിന്ന് എടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോലും മെറ്റയിലും പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. ഇനി ഞാൻ ചോദിക്കണം, ശ്രദ്ധിച്ചോളൂ. ഇത്ര നേരം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ക്ലാസ് ഒക്കെ നമുക്ക് പിന്നെയും കാണാൻ പറ്റും. ക്ലാസ് ഞാൻ ഇനി എടുക്കുകയും ചെയ്യും. അതിലൊന്നും ഇപ്പോൾ വറി ചെയ്യണ്ട. ശ്രീനന്ദന, അതിൽ വറി ചെയ്യണ്ട. ക്ലാസ് ഇനിയും കാണാം. അതുപോലെ തന്നെ ഇനി ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊന്നും പഠിക്കൊന്നും വേണ്ട. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായോ? ഈ പോസിറ്റീവ് നെഗറ്റീവ്. ഇനി ഞാൻ ചോദിക്കണം, നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കണം. നോക്കിയോ, ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്ത് ചാർജഡ് ആണ്? ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഓർത്തോലും പാരയിലും എന്ത് ചാർജ് വരുന്നുണ്ട്? നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. ശരിയല്ലേ? നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ക്ലൗഡ് ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺ ക്ലൗഡിൽ ഏത് വന്ന് അറ്റാച്ച് ചെയ്യും? ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞ സാധനം. ഈ പോസിറ്റീവ് പറഞ്ഞ ഏതാണ്? NO2 പോസിറ്റീവ്, SO3 H പോസിറ്റീവ്, ഏതാണെങ്കിൽ ആയിക്കോട്ടെ, ഇലക്ട്രോഫൈൽ വന്ന് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ലോറോബെൻസീൻ ആയിക്കോട്ടെ, ഫീനോൾ ആയിക്കോട്ടെ, അനിലീൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെന്ന് പറയാനുള്ള റീസൺ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇവരെന്താണ്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെന്ന് പറയാൻ റീസൺ. ഇവര് നമ്മളൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോഫൈൽ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യാം? ഒന്നോ ഓർത്തോയിൽ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ പാര അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടിലും അറ്റാച്ച് ചെയ്ത് രണ്ട് പ്രോഡക്റ്റ് കിട്ടാം. ഇതേ ഈ സിസ്റ്റം എടുത്തു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഏതാണ്? COH അതുപോലെ തന്നെ CHOയും അതുപോലെ തന്നെ COHും. ഇതിൽ എന്താണ് ഈ ഓർത്തോയിലും പാരയിലും ഇവരുടെ കാണുന്നത്? പോസിറ്റീവ് ചാർജാണ് കാണുന്നത്. അപ്പൊ എവിടെയാണ് ഇലക്ട്രോൺസ് ഉള്ളത്? ഇവിടെയാണ് ഇലക്ട്രോൺസ് ഉള്ളത്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് അവരെന്താണത്? മെറ്റാ ഡയറക്റ്റിംഗ് ആവുന്നത്. നിങ്ങൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുന്ന നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ മെറ്റാ പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്? NO2 ആണെങ്കിൽ SO3H ആണെങ്കിൽ എല്ലാ ഇലക്ട്രോഫൈലും ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഏതിലൊക്കെ? ഈ രണ്ടെണ്ണത്തിൽ. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞതില് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് എസ് കമന്റ് ചെയ്തേ. ഇനി നിങ്ങൾക്ക് ഏതൊരു ബെൻസീനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണോ അല്ല മെറ്റാ ഡയറക്റ്റിംഗ് ആണോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഏതൊക്കെയാ സാർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ട് വരും, ഏതൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് വരും എന്നുള്ളത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായതുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. എന്നാലും നമുക്ക് അടുത്ത റിയാക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഏത് ഗ്രൂപ്പാണ് ഒന്നും കൂടി ക്ലിയർ ആക്കേണ്ടത്? ജിജോ മോൻ. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണോ? ജസ്റ്റ് ഒരു ഇതും കൂടെ പറഞ്ഞുതരാം. ഒരു ഒറ്റ പ്രാവശ്യം കൂടെ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിലും ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഒറ്റ കാര്യം, നമ്മളെ ഡിപ്പെൻഡ് ഞാൻ പറഞ്ഞു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന ഏതിൽ മാത്രമാണ്? ബെൻസീൻ പോലത്തുള്ള എന്താണ് കോമ്പൗണ്ടുകളിലാണ്. ബെൻസീനിൽ സിമ്പിൾ ആയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. പക്ഷേ ബെൻസീനിൽ അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക അവര് എങ്ങനെ ഇലക്ട്രോഫൈലിനെ അറ്റാച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ ഓർത്തോയിലും പാരയിലും ആയിരിക്കും എന്ത് ചാർജ് വരിക? നെഗറ്റീവ് ചാർജ്. ഇത് എവിടുന്ന നെഗറ്റീവ് ചാർജ് വരുന്നത്? ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ബെൻസീന്റെ ഉള്ളിലേക്ക് കൊടുക്കും. അപ്പൊ ഈ ബോണ്ട് എന്ത് സംഭവിക്കും? ബോണ്ട് അവിടെ ഓർത്തോയിലും അതുപോലെ തന്നെ പാരയിലും നെഗറ്റീവ് ചാർജ് ആയിട്ട് ഇലക്ട്രോൺ ക്ലൗഡ് ആയിട്ട് നിൽക്കും. നമുക്കറിയാം ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ആണ്. അപ്പൊ ഈസിലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തോയിലോ അല്ലെങ്കിൽ പാരയിലോ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്ന ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണെന്ന് പറയുന്നതും. CHO അല്ലെങ്കിൽ COH ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ ബെൻസീൻ ഇലക്ട്രോൺ എടുക്കുക ചെയ്യുക. അപ്പൊ ഈ ബോണ്ട് എവിടേക്ക് പോവും? CHOയുടെ കാർബണിൽ ഈ ഓക്സിജന്റെ അടുത്തേക്ക് പോവും ഈ ബോണ്ട്. അപ്പൊ ഇവിടെ കാർബൺ നെഗറ്റീവ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഓർത്തോയിലും അതുപോലെ എന്ത് സംഭവിക്കും? പാരയിലും പോസിറ്റീവ് ചാർജ് വരും.
അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് വരുന്ന സമയത്ത് ആകെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളത് എവിടെ മാത്രമാണ്? ഇവിടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എന്താവുന്നത്? മെറ്റാ ഡയറക്റ്റിങ്ങും ആവുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ ഇനി റിയാക്ഷനിലേക്ക് പോവുകയാണ്. ഓൾറെഡി നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻസ് ആണ് ഇതെല്ലാം. എന്ത് റിയാക്ഷൻസ് ആണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു റിയാക്ഷൻ ഞാൻ എന്ത് ചെയ്തുതരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ നോക്കുക, FeCl3 ആയിട്ടുള്ള റിയാക്ഷൻ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്താണ്, Cl2 ഉണ്ട്, ശരിയല്ലേ? റിയാക്ഷൻ നടക്കുന്നു. നമ്മൾ ബെൻസീനിലാണ് എഴുതുന്നത്, മറ്റുള്ളതിലേക്ക് നമ്മൾ കടക്കുന്നതിനുള്ള അടുത്ത സ്ലൈഡിലാണ് വരുന്നത്. ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജനും ഇവിടുത്തെ Cl2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? Cl സിംഗിൾ ബോണ്ട് Cl ആണ്, ശരിയല്ലേ? അപ്പൊ Cl എലിമിനേഷൻ നടന്നു, HCl പോയി, ബാക്കി പിന്നെ അവിടെ എന്താ ഉള്ളത്? ക്ലോറിൻ. ക്ലോറിൻ വന്ന് അറ്റാച്ച് ആയി. ഇനി അടുത്തത് എടുക്കുന്നു, H2SO4 ഉം HNO3. H2SO4 HNO3 കൂടി റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്താ ഉള്ളത്? ഇതിനെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്യണോ? നമുക്കൊരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിയേജന്റ് ആയിക്കോട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ അതിന് എന്ത് ചെയ്ത് നോക്കുക? സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് നോക്കുക. അവിടെ ഞാൻ എഴുതുന്നു, ഇവിടെ എന്തുണ്ട്? H2SO4 ഉണ്ട്, ഇവിടെ അതുപോലെ എന്തുണ്ട്? HNO3 ഉണ്ട്. ഇതാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത്. നൈട്രേറ്റിംഗ് മിക്സ്ചർ റിയാക്ഷൻ നടന്ന് എന്താ കിട്ടുക നമുക്ക്? NO2 പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോഫൈല കിട്ടുക. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? NO2 പോസിറ്റീവ് കഴിച്ചതിന് ശേഷം ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു OH ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? H2 എന്താണ്? SO4 ഉണ്ട്, ശരിയല്ലേ? ഇതെല്ലാം കൂടി ചേർന്ന് എന്ത് എലിമിനേഷൻ നടക്കും? വാട്ടർ എലിമിനേഷൻ നടക്കണു. ബാക്കി ഇവിടെ എന്താണ്? ഈ NO2 ഇവിടെ വന്ന് എന്ത് ചെയ്യണു? അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ H2SO4 നിങ്ങളിപ്പോ നോക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാം ആ H എലിമിനേഷൻ ആണ്. അവിടെ നോക്കുക, HNO3, NO2 പ്ലസ് എന്തുണ്ട് ബാക്കി ഇവിടെ? NO2 പിന്നെ എന്തുണ്ട്? OH. NO2 ഇവിടെ അറ്റാച്ച്. ഇങ്ങനെ വേണം ഈ ഓരോ റിയാക്ഷനും നമ്മൾ എഴുതി നോക്കാൻ. ഇപ്പൊ ഫ്രിഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും. CH3Cl സെയിം റിയാക്ഷൻ. CH3Cl ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ, എല്ലാവിടെയും ഉണ്ട് ഹൈഡ്രജൻ, ശരിയല്ലേ? ഏത് പൊസിഷനിൽ വേണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ, പക്ഷെ നമുക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് മാത്രം കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ, അതുപോലത്തെ എന്താണ്? Cl കൂടെ പോയി, എന്ത് പോയി? HCl പോയി, ആ CH3 ഇവിടെ വന്ന് അറ്റാച്ച് ആയി നമുക്ക് പ്രോഡക്റ്റ് കിട്ടി. ഇതേപോലെ തന്നെ Cl ഇവിടുത്തെ H കൂടെ പോയി നമുക്ക് എന്താണ്? COCH3 കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എപ്പോഴും നമ്മൾ റിയാക്ഷൻ എഴുതി പോകുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഒരു റിയാക്ഷൻ എടുത്ത് എഴുതി അങ്ങനെ ഒരു ഇതിട്ടു, അതിനുശേഷം അവിടെ NO2 ആണോ വെച്ച് വരുന്നത് അല്ല HNO3 ആണോ വരുന്നത്, കൺഫ്യൂഷൻ ആയി, അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരിക്കലും റിയാക്ഷൻ പഠിക്കരുത്, ഒരിക്കലും നമുക്ക് ഓർമ്മ നിൽക്കില്ല. അവിടെ നമ്മൾ പോസിബിലിറ്റി നോക്കണം ഫസ്റ്റ്. എന്താണ് പോസിബിലിറ്റി സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്യാൻ നോക്കും. ഞാനിവിടെ എനിക്ക് അറിയുന്ന പോലെ എനിക്കറിയാം ബെൻസിന് ചുറ്റും H ഉണ്ട്. നോക്കി, ഞാൻ ആദ്യം എല്ലാ H എഴുതി, എന്നിട്ട് ഇവിടെ എന്താ ഉള്ളത്? Cl2 ഉണ്ട്. Cl2നെ ഞാൻ ഇങ്ങനെ എഴുതി. ഇനി എന്താ ഇവിടെ നിന്ന് പോകാൻ ചാൻസ് ഉള്ളത്? ശരി, എലിമിനേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പോവുക? HCl തന്നെയാണ് പോകാൻ ചാൻസ്. H-ഉം Cl-ഉം പോയി, ബാക്കി നമുക്ക് എന്താണ്? ഇവിടെ എന്തുണ്ട്? ഒരു Cl ഉണ്ട്, അത് അറ്റാച്ച് ചെയ്യും. ഇതുപോലെ ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്തും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേഷൻ നടത്താനുള്ള ആൾക്കാരെ കിട്ടും. അതിനെ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? റിയാക്ഷൻ എഴുതുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഡൺ. ഒരു മിനിറ്റ്, ഞാൻ ഒരു സെക്കൻഡ്.
ജസ്റ്റ് എടുത്ത് മതി. മൈക്ക് വന്നിട്ട് ഡിയർ സ്റ്റുഡൻസ്, എന്തായാലും ഒരു ഡിസ്റ്റർബൻസ് വന്നപ്പോൾ ഞാൻ കയറിയെന്ന് മാത്രം. ഞാൻ ഈ പല ചാറ്റുകൾ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, വളരെ വൈബ്രന്റ് ആയിട്ട് ക്ലാസ് മുന്നോട്ട് പോയി. പലരും ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഡൗട്ടുകൾ പലരും ചോദിച്ചു. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്യാണ്. 14-ാം തീയതി 14th ഫെബ്രുവരി സാറ്റർഡേ അത് പുറകില്ല സാറ്റർഡേ 3 മണിക്ക് ഓക്കെ നമുക്ക് ഈ സെഷന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. സെഷൻ തീർന്നിട്ടില്ല, ആരും പോരുത്. സെഷൻ 2 ഇതിന്റെ കണ്ടിന്യൂവേഷൻ 15th ഫെബ്രുവരി സൺഡേ 15th അല്ലേ? യെസ്, 3 PM ഒരു സ്പെഷ്യൽ നമുക്ക് നോട്ട് ചെയ്യുക, സ്പെഷ്യൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ട്ടാ. ഒരു നോക്കുക സ്റ്റുഡൻസ് ഡൗട്ട് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നോക്കി ഒത്തിരി പേര് ചാറ്റില് വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേയില് ഓക്കെ 14th ഫെബ്രുവരി വാലന്റൈൻസ് ഡേയില് സെഷൻ 2 ഇത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, കാരണം ഇപ്പൊ എല്ലാവരും ക്ലാസ്സിലുണ്ട് എനിക്കറിയാം, പക്ഷെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും പലരുടെയും നെറ്റ് ഒക്കെ ചിലപ്പോൾ പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോഴേ അനൗൺസ് ചെയ്യുന്നത്. വാട്സപ്പിൽ വരും, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, സെഷൻ 2 വിൽ കണ്ടിന്യൂ. പിന്നെ 15th സൺഡേ ഒരു സ്പെഷ്യൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ. അത് ഞാൻ സാറോട് പറഞ്ഞിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി മാത്രമാക്കണ്ട, നിങ്ങൾ കെമിസ്ട്രിയിൽ ഇംഗ്ലീഷ് മോഡൽ എക്സാമിന് മുന്നേ, ചൂട് പിടിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ കെമിസ്ട്രി നിങ്ങൾ സെറ്റപ്പ് ആക്കുക. പിന്നെയുള്ള സെഷൻസ് നമുക്ക് കെമിസ്ട്രി മോഡലിന് ശേഷം നമ്മുടെ പബ്ലിക് എക്സാമിന് മുന്നേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഡൺ. സെറ്റ് ആണോ? സെറ്റ് എത്ര പേര് നോട്ട് ചെയ്തു? യെസ്, വാട്സപ്പിൽ അയക്കാം കേട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ ഞാനിനി സാർക്ക് തന്നെ മൈക്ക് കൊടുക്കുകയാണ്. സാറ് കണ്ടിന്യൂ ചെയ്യും. യെസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ്. ഓ, വാലന്റൈൻസ് ഡേ ബിസിയാണ്. അത് പരീക്ഷ കഴിഞ്ഞിട്ട് മതി. ഓക്കെ, PPT ഒരു മറ്റേന്തോ ഓപ്പണോ വരുന്നു. ഇതെനിക്ക് തോന്നുന്നത് മറ്റേ PPT എടുക്കില്ല. അതായത് ഈ രണ്ട് ഇത് പോയി, അതാ പ്രശ്നം. ഓക്കെ, ഓക്കെ, ഈ ഇതില് റിയാക്ഷനിൽ നമുക്ക് ഓക്കെ ഈ റിയാക്ഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഓൾറെഡി എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമുക്കിവിടെ ഒരു സ്ലൈഡ് മിസ്സിംഗ് ആണ് ആക്ച്വലി. അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സെഷനിൽ നമുക്കത് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഒരൊറ്റ സ്ലൈഡിൽ നമുക്ക് ഇതുപോലെ ക്ലോറോബെൻസീൻ, അതുപോലെ തന്നെ ഫീനോള്, ബെൻസാൽഡിഹൈഡ്, ബെൻസോയിക് ആസിഡ് ആൻഡ് ഓൾസോ അനിലിൻ എല്ലാം വരുന്ന ഈ റിയാക്ഷൻസ് കംപ്ലീറ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എല്ലാം ഒറ്റ സ്ലൈഡിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സ്ലൈഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫുള്ളായിട്ട് നമ്മുടെ ഓർഗാനിക്കില് ഹാലോൽക്കിൻസ് ആൻഡ് ആൽഡിഹൈഡ്സ്, ഫീനോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, അതുപോലെ തന്നെ അമീൻസിലെ എല്ലാ റിയാക്ഷൻസും ഒറ്റയടിക്ക് അതിൽ ആ ഒരു സ്ലൈഡിൽ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതെന്തോ ഒരു സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് എനിക്കത് ഇവിടെ വിസിബിൾ ആയിട്ട് വരുന്നില്ല. പക്ഷെ ഞാൻ അടുത്ത ക്ലാസ്സിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം, ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്ത് തരാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഒരു 2 ഇത് സ്ലൈഡും റിയാക്ഷൻസും കൂടെ കഴിഞ്ഞ് നമ്മൾ നിർത്തും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഡൺ. ഓക്കെ, ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്ന റിയാക്ഷൻ തന്നെയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്, വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന, എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്,
വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മൾ വുഡ്സ് റിയാക്ഷൻ +1 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? പക്ഷെ വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷനുമാണ് ഇവിടെ എന്ത് ചെയ്യുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു കൺവേർഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഒരു റിയാക്ഷനിലോ വുഡ്സ് റിയാക്ഷൻ ഇപ്പോഴും എന്ത് ചെയ്യും ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വുഡ്സ് റിയാക്ഷൻ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് നമ്മുടെ ഇവിടെ റിയാക്ഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാണ്, ഇവിടെ എഴുതുകയാണ്. നമുക്ക് എപ്പോഴും റിയാക്ഷൻ ഇങ്ങനെയാണ് വുഡ്സ് റിയാക്ഷൻ പഠിക്കുക. എപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് നോർമലി എന്ത് ചെയ്ത് പോകും, ഒരു സെന്റൻസിൽ അതുപോലെ റിയാക്ഷൻ അങ്ങോട്ട് എഴുതും, അവിടെ എന്ത് ചെയ്ത് എഴുതി വെക്കും, പ്രോഡക്റ്റ് എഴുതി വെക്കും. അങ്ങനെയല്ല വുഡ്സ് റിയാക്ഷൻ എഴുതുന്നത്. വുഡ്സ് റിയാക്ഷൻ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും CH3CH2Cl, ഓക്കെ, 2 മോളിക്യൂളാണ് എന്തെടുക്കേണ്ടത്, എന്നെ എടുക്കണം. അപ്പൊ നിങ്ങൾ സോഡിയം വിത്ത് ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്ന് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് റിയാക്ഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്, വുഡ്സ് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിപ്പോ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇവിടെ എന്ത് എഴുതിയിട്ടുള്ളൂ, ഒരാളെ എഴുതിയിട്ടുള്ളൂ. എപ്പോഴും 2 സോഡിയം എടുക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, 2 ആളെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരില്ല, ഡൗട്ട് നിങ്ങൾക്ക് വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈസിലി നമുക്ക് എഴുതാൻ പറ്റും. ഈ 2 CL-ഉം 2 NA കൂടി എന്ത് പോയി, 2 NaCl എലിമിനേഷൻ നടന്നു. ബാക്കിയുള്ള ആൾക്കാരെ അങ്ങനെ എന്ത് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. അപ്പൊ എങ്ങനെ എന്താ വരിക, CH3 CH2 ആൻഡ് എന്താണ് CH3 ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കിട്ടും. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കുന്ന ഒരൊറ്റ റിയാക്ഷൻ ആണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, വുഡ്സ് റിയാക്ഷൻ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അതാണ് എന്ത് റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ. ഇതേ സെയിം റിയാക്ഷൻ തന്നെയാണ് ഇവിടെ നോക്കിയോ, ഒരു ക്ലോറോബെൻസീനും അതുപോലെ തന്നെ എന്താണ് ഒരു ക്ലോറോമീത്തൈനും ഇതേ റിയാക്ഷൻ അവിടെ നടക്കണു. എന്താ സംഭവിക്കുന്നത്, ഈ ക്ലോറിനും 2 ക്ലോറിനും അതുപോലെ എന്താണ് 2 NA കൂടി എന്ത് ചെയ്തു, 2 NaCl പോയി CH3 ഒന്ന് അവിടെ അറ്റാച്ച് ചെയ്തു, ബെൻസീന് മുകളിൽ അറ്റാച്ച് ചെയ്തു. അതുപോലെ തന്നെ അവിടെ 2 ക്ലോറോ ബെൻസീൻ എടുത്തിട്ടുണ്ട്, 2 ക്ലോറിനും അതുപോലെ തന്നെ 2 NA കൂടി എന്ത് ചെയ്തു, NaCl പോയി ബൈഫീനൈൽ എന്ന് പറഞ്ഞ റിയാക്ഷൻ. ഓക്കെ, ബൈഫീനൈൽ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അതിനെയാണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഫിറ്റിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നോർമലി അറിയുന്ന കാര്യമാണ്, ശരിയല്ലേ? ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഈ 2 NaCl-നെ ബോക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരത്തെ ഞാൻ എഴുതിയ പോലെ എഴുതുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് വരില്ല, ഡൗട്ട് വരില്ല. ഓക്കെ, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഈ ഒരു വുഡ്സ് റിയാക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന എന്തായാലും ഓർഗാനിക് പോർഷൻസ് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത്. ഈതറിന്റെ ഒരൊറ്റ പ്രിപ്പറേഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. അതെന്താണ്, വില്യംസൺ സിന്തസിസ് ആണ്. ഈതറിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ ഈതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഈതർ. എന്താണ്, ഓക്സിജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് എന്താണ് കാർബൺ ആറ്റത്തിന്റെ മിഡിൽ വരുന്ന സിസ്റ്റം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈത്തർ എന്ന് പറയുന്നത്. ഇതാ ഈ റിയാക്ഷൻ ഈ റിയാക്ഷൻ നിങ്ങൾ എഴുതി നോക്ക്. ആൽക്കഹോളിനെ വിത്ത് ദ പ്രസൻസ് ഓഫ് NaOH ഓർ KOH എന്തായിട്ട് മാറ്റുന്നു, RONA ആയിട്ട് മാറ്റുന്നു. ഇത് ഞാൻ അവിടെ റിയാക്ഷൻ എഴുതുന്നു, അവിടെ ശ്രദ്ധിച്ചോ, ഒരു ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ എഴുതണം ഇവിടെ. CH3 അതുപോലെ തന്നെ OH വിത്ത് ദ പ്രസൻസ് ഓഫ് NaCl. ഇവിടെ റിയാക്ഷൻ നടക്കണു. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ H-ഉം ഇവിടുത്തെ Cl-ഉം കൂടി എന്ത് എലിമിനേഷൻ നടക്കും, HCl എലിമിനേഷൻ നടക്കും. ബാക്കി പിന്നെ ഇവിടെ എന്താ ഉള്ളത്, CH3ONA എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, ഈ CH3ONA ആണ് ഇനി എന്ത് ചെയ്യുന്നത്, ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നത്. എന്താ സംഭവിക്കുക, ആൽക്കൈൽ ഹാലൈഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ അതേപോലെ തന്നെ NaCl എന്ത് ചെയ്യുന്നു, എലിമിനേഷൻ നടക്കണു, -NaCl. അപ്പൊ എന്താ കിട്ടുക, ബാക്കി CH3O ആൻഡ് എന്താണ് CH3O ആൻഡ് എന്താണ് CH3. ഇതാണ് എന്താണ് മെത്തോക്സി മീത്തേൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, മെത്തോക്സി മീത്തേൻ. ഇതുപോലെ ആയിരിക്കണം ഓരോ സ്റ്റെപ്പും പോവാൻ. വെറുതെ ഇങ്ങനെ നോക്കി കാണാപ്പാടം നമ്മൾ എഴുതി വെക്കരുത്. ഈ റിയാക്ഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്, വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ നോക്കാനുള്ളതിൽ ഒന്ന് വന്നിട്ട് വില്യംസൺ സിന്തസിസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ റിയാക്ഷൻ നടക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ വൺ ഓഫ് ദ മെയിൻ റിയാക്ഷൻ ആണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്,
ഗ്രിഗ്നാർഡ് സിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ. ആ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വില്യംസൺ സിന്തസിസ്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പോയ മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒരു എസ് എന്ത് ചെയ്തേക്കുക, കോട്ട് ചെയ്തേക്കുക. മനസ്സിലായോ? നാലരയ്ക്ക് നമുക്ക് ക്ലാസ് നിർത്താം. ഓക്കെ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഇതാ ശ്രദ്ധിച്ചോളൂ. ഒരു ആൽക്കഹോള്, അതിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? NaCl ആഡ് ചെയ്യുന്നു. NaCl ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ എച്ചും അതുപോലത്തെ ഇവിടുത്തെ Cl എന്ത് ചെയ്യുന്നു? എന്ത് എലിമിനേഷൻ ആവുന്നു? HCl എന്ത് ചെയ്യുന്നു? എലിമിനേഷൻ ചെയ്യുന്നു. ബാക്കി എന്താ ഉള്ളത്? CH3ONa. CH3ONa എന്താ അതിന്റെ പേര്? എന്താണത്? എന്ത്? സോഡിയം മെത്തോക്സൈഡ് എന്ന് പറഞ്ഞ സിസ്റ്റം. സോഡിയം എന്താണ്? മെത്തോക്സൈഡ്. സോഡിയം മെത്തോക്സൈഡിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യാണ്? എനി ആൽക്കൈൽ ഹാലൈഡ്, ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ്. അവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എന്ത് ആൽക്കൈൽ ഹാലൈഡ് ആണ്? ക്ലോറോ എന്താണ്? മീത്തേൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ക്ലോറോ മീത്തേൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ എലിമിനേഷൻ നടക്കാനുള്ള ചാൻസ്? ഇതേപോലെ തന്നെ എന്താണ്? NaCl എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ബാക്കി എന്താ അവിടെ ഉള്ളത്? CH3O ആൻഡ് എന്ന് CH3O CH3. ഇതെന്താണ്? ഇതാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്? ഈത്തർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നോ ഇങ്ങനെ ബേസിക് ആയിട്ട് ആർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആൽക്കൈൽ സിസ്റ്റം, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ ഏറ്റവും ഓപ്റ്റ് ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ എടുത്തിട്ട് വേണം നിങ്ങൾ ഒരു റിയാക്ഷൻ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അങ്ങനെ ആകുമ്പോൾ ഡിഫറെന്റ് എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും റിയാക്ഷൻ എന്ത് ചെയ്യും, പഠിക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ഈ ബേസിക് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയത് അവിടെ കൺഫ്യൂഷൻ ആണ്. R1 ഇവിടെ എഴുതുന്ന സമയത്ത് R1 R2 ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ. ഓൾറെഡി XYZ കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് മാത്സിൽ. അതിന്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് ഇതിൽ R1 R2 R3 ഒക്കെ. അത് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? CH3OH ബേസിക്കലി ഉള്ള ഒരു ആൽക്കഹോളെ എടുത്ത് എന്ത് ചെയ്യുക? റിയാക്ഷൻ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരില്ല? ഡൗട്ട് വരില്ല. നോർമലി വില്യംസൺ സിന്തസിസിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവർ ഒഴിവാക്കും. ഈ സ്റ്റെപ്പ് ഉണ്ടാവില്ല. ആകെ ഏത് സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ? ഇതുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതേ ഉണ്ടാവുള്ളൂ. ഈ സ്റ്റെപ്പ് ഉണ്ടാവില്ല എന്ന്, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? അതൊക്കെ പറഞ്ഞുതരാം. ഇമ്പോർട്ടൻ്റ് ഉള്ളതെല്ലാം പറഞ്ഞുതരാം. ക്ലാസ് എടുത്തിട്ട് അതൊക്കെ അത് ചെയ്തു തരാം. നമുക്ക് അതിനുള്ള സമയമൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ റോബിൻ? നമുക്കത് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം, വലിയ പ്രശ്നമില്ല. ഓക്കെ, ഒരിക്കൽ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. ഇത് ലാസ്റ്റ് റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷൻ ആണ്? സാൻ മേയേഴ്സ് റിയാക്ഷൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, സാൻ മേയേഴ്സ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുകയാണ്, ക്ലാസ് നിർത്തുകയാണ്. പിന്നെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ എന്താണ് നെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണത് പറഞ്ഞു തന്നു സാർ എപ്പോഴാണ് ക്ലാസ്സിന്റെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ സാൻ മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് സാൻ മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കിയോ, അനിലീനെ എന്താക്കി മാറ്റണോ? ഡയസോണിയം സാൾട്ട് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. വിത്ത് ദ പ്രസൻസ് ഓഫ് എന്താണ്? NaNO2 സോഡിയം എന്താണ്? നൈട്രേറ്റും അതുപോലെ തന്നെ എന്താണ്? HCl തമ്മിൽ റിയാക്ഷൻ നടക്കണോ? NaNO2 ആൻഡ് എന്താണ്? HCl റിയാക്ഷൻ നടക്കണോ? ഇവിടെ HX എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ എടുക്കാം? Cl എടുക്കാം, Cl മൈനസ് എടുക്കാം. അതുപോലെ തന്നെ എന്താവാം? N2 + Cl മൈനസ് ആവാം. Br എടുക്കാം. ഇവിടെ എന്താ എടുത്താൽ മതി? HBr എടുത്താൽ മതി. ഇവിടെ HI എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താവും? N2I മൈനസ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ നൈട്രജനും അതുപോലെ തന്നെ ഈ നൈട്രജനും കൂടി എന്ത് ഫോർമേഷൻ നടക്കണോ? N2 ഫോർമേഷൻ നടക്കണോ? വിത്ത് ദ പ്രസൻസ് ഓഫ് ഇവിടുത്തെ ഏതാണ്? നമ്മുടെ ഏതാണോ എടുക്കുന്ന HCl ആണെങ്കിൽ HCl, അല്ലെങ്കിൽ Br ആണെന്നുണ്ടെങ്കിൽ Br, I ആണെന്നുണ്ടെങ്കിൽ I. അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടണോ? നമുക്ക് ഡയസോണിയം സാൾട്ട് കിട്ടണം. അപ്പൊ നമ്മൾ ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ആവാം? ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്താവാം? N2+ എന്താണ്? Cl മൈനസ് ആവാം, അല്ലെങ്കിൽ എന്താണ്? N2+ അല്ലെങ്കിൽ എന്താവാം? Br മൈനസ് ആവാം. N2+ Br മൈനസ് ഏത് വേണമെങ്കിൽ ആവാം. ഓക്കെ, നമ്മൾ ബേസിക്കലി നമ്മൾ എന്ത് ഫോളോ ചെയ്യുക? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഈ ഡയസോ എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൻസീനിൽ N ട്രിപ്പിൾ ബോണ്ട് N ആൻഡ് എന്താണ്? Cl മൈനസ് എന്നാണ്. N ട്രിപ്പിൾ ബോണ്ട് N എന്താണ്? Cl മൈനസ് എന്നാണ്. ഈ N ട്രിപ്പിൾ ബോണ്ട് Nന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ടുള്ള ഒരു റിയാക്ഷൻ കണ്ടീഷൻ വന്നാൽ തന്നെ ഇവിടുന്ന് എന്ത് ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും? N2 ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഏത് റിയാക്ഷൻ ആണോ നടത്തുന്നത്, ഇതവിടെ നോക്കിയോ, CuX
CX എന്ന് പറഞ്ഞാൽ എന്താവാം? CuCl ആവാം, CuBr ആവാം. ഈ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇതെന്ത് പോവും? N2 ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. ഇവിടെ ഏതാണോ ഉള്ള ആ സിസ്റ്റം, ആ കറസ്പോണ്ടിങ് സിസ്റ്റത്തിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ Cl ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ Cl കിട്ടും. Br ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? Br കിട്ടും. ഓക്കെ, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണോ? ഇതേ സിസ്റ്റത്തിക്ക് തന്നെ നമ്മൾ എന്താ ആഡ് ചെയ്യണോ? പൊട്ടാസ്യം അയഡൈഡ് Ki ആഡ് ചെയ്യണോ? K ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇതേ പ്രോഡക്റ്റ് ഇവിടെ എന്താ എക്സ് എലിമിനേഷൻ നടക്കണോ? ഈ I എന്ത് ചെയ്യണോ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? N2 ഗ്യാസ് എലിമിനേഷൻ, അയഡോബെൻസീൻ. ഇതേ സിസ്റ്റം CuCN ആഡ് ചെയ്യുന്ന സമയത്ത് ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടും നമുക്ക്? അതിന്റെ കറസ്പോണ്ടിങ് എന്താണ്? അരോമാറ്റിക് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? OH നമുക്ക് എന്ത് ചെയ്യും? ഫോർമേഷൻ നടക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എന്താ പറയുക ആപ്ലിക്കേഷൻ ലെവലും കാര്യങ്ങളും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് സാൻഡ്വിച്ച് റിയാക്ഷൻ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കംപ്ലീറ്റ് ആയിട്ട് കുഴക്കരുത്. ഇത് നോക്കിയോ, ഇവിടെ ഞാൻ ഓൾറെഡി ഇത് എന്ത് എഴുതിയിട്ടുണ്ട്? റിയാക്ഷൻ എന്താ നടന്നു, ഏതൊക്കെ പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കാം, നമുക്ക് എന്താണ് ഏതൊക്കെയുള്ളത്? CuCl അതുപോലെ തന്നെ എന്താണ് CuCl എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ക്ലോറോബെൻസീൻ വരും. CuBr എടുത്താൽ അവിടെ എന്ത് വരും? ബ്രോമോബെൻസീൻ വരും. പൊട്ടാസ്യം അയഡൈഡ് എടുത്താൽ അവിടെ എന്ത് വരും? അയോഡോബെൻസീൻ വരും. CuCN എടുത്താൽ അതുപോലെ എന്ത് വരും? സൈനോ ബെൻസീൻ നമുക്ക് എന്ത് ചെയ്യും? ഫോർമേഷൻ നടക്കും. H2SO4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നടക്കും? ഫീനോൾ നമുക്ക് എന്തായി കിട്ടും? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ HbF4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടും? ഇപ്പൊ നമ്മൾ ഇവിടെ റിയാക്ഷൻ നടന്നിട്ടുള്ളത് N2+Cl- ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് HbF4 എടുക്കുന്ന സമയത്ത് അതിന്റെ കറസ്പോണ്ടിങ് എന്താണ്? ബോറോൺ ഫ്ലൂറൈഡിന്റെ എന്താണ്? ഡയാസോ കോമ്പൗണ്ട് ആയിട്ടുള്ള ബെൻസീൻ ഡയസോണിയം ബോറോൺ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. ഈ റിയാക്ഷൻ ആണ് ബാൾ-ഷീമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് 2016 മെയിൻ എക്സാമിന് ഈ ഒരു റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട് മെയിൻ എക്സാമിന്. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? നോക്കി വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കപ്ലിംഗ് റിയാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു കപ്ലിംഗ് റിയാക്ഷനിൽ ഇതേപോലെ തന്നെയാണ് സിസ്റ്റം. എന്താ അവിടെ നോക്കിയോ? ഈ കപ്ലിംഗ് റിയാക്ഷൻ എങ്ങനെയാണ് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നടക്കണത്. ഇത് അവിടെ ശ്രദ്ധിക്കുക. ഈ ഇതിൽ പറഞ്ഞുതരാം, ആണ് കുറച്ചും കൂടെ. ഇപ്പോൾ ഈ Cl ഇവിടുത്തെ എന്തും പോവും, H കൂടെ എന്ത് എലിമിനേഷൻ നടക്കും? HCl എലിമിനേഷൻ നടക്കും. ബാക്കി പിന്നെ അവിടെ എന്താ ഉള്ളത്? എന്താണ്? N എന്താണ്? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റിംഗ് നടന്നു. അപ്പൊ എന്ത് സംഭവിക്കും? N ഡബിൾ ബോണ്ട് N. അതുപോലെ എന്താണ്? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? കപ്ലിംഗ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിന്റെ കേസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇനി നമുക്ക് ഉണ്ട് കുറെ റിയാക്ഷൻ പഠിക്കാം. ഫിംഗർസ്റ്റെയിൻ സ്വാർട്സ് റിയാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഡൗസ് പ്രോസസ് ഉണ്ട്. എങ്ങനെയാണ് ഡൗസ് പ്രോസസ് റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതുണ്ട്. അതുപോലെ നോക്കുക, കോഡ്സ് റൈമറ്റൈമാൻ ആൻഡ് കാർബലമീൻ റിയാക്ഷൻ. ഈ 3 റിയാക്ഷൻ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കേണ്ടത്. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ റിയാക്ഷൻ പഠിച്ചു പോകും. അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഈ 3 റിയാക്ഷൻ ഒരുമിച്ച് പഠിച്ചാൽ 3 ചാപ്റ്ററൽ റിയാക്ഷൻ ആണത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. 3ലും വരുന്ന മെക്കാനിസം സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ഈ 3 റിയാക്ഷൻ ഒരുമിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുന്നത്. ആൽഫ ഹൈഡ്രജൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് റിയാക്ഷൻ നടക്കും? കാനിസാറോ റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. ആകെ നമുക്ക് പഠിക്കാനുള്ള 3 ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്. എന്തൊക്കെയാണ്? മെത്തനോള്, എത്തനോൾ, അതുപോലെ തന്നെ എന്താണ്? ഫീനോളും. അപ്പൊ ഈ 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അറിയാൻ പറ്റണം ഏതൊക്കെയാണ്. ഇതൊക്കെ എളുപ്പമാണ്. ഞാൻ എളുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? എന്തൊക്കെയാണ് നമുക്കിനി നോക്കാനുള്ളത് നോക്കുകയാണ്. എറ്റാഡ് റിയാക്ഷൻ പോയ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹാഫ് ഇയർലി എക്സാമിന്. അതുപോലെ ഗാറ്റർമാൻ കോച്ച് അതിന് മുമ്പത്തേന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗാറ്റർമാൻ കോച്ച്. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് പോകാൻ പറ്റും? പഠിച്ചു പോകാൻ പറ്റും. ഉൾഫ് കൃഷ്ണ റിയാക്ഷൻ, അതുപോലെ ഹെൽവോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. ഈ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 2017 18 മറ്റേ ഏത് മെയിൻ എക്സാമിന് ഈ സംഭവം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താണ്? ഗബ്രിയൽ താലിമേഡ് സിന്തസിസ്, ഹോഫ്മാൻ ബ്രോമൈഡ്. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഇതൊന്നും എന്ത് ചെയ്യേണ്ടി വരില്ല, കാണാപ്പാഠം പഠിക്കേണ്ടി വരില്ല. ഓക്കെ, അതിനുള്ള മെത്തേഡ് നമുക്ക് എന്ത് ചെയ്ത് തരാം? നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതുപോലെ റിഡക്ഷൻ, ഓക്സിഡേഷൻ. ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ സ്ലൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റിഡക്ഷനും ഓക്സിഡേഷനും ഒരൊറ്റ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാതാ, കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ് കീറ്റോൺ ആൻഡ് എന്താണ്? ആൽക്കഹോൾസ്. ഇത് എങ്ങനെ റിയാക്ഷൻ നടക്കണോ, ഏതൊക്കെ റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യവും നമ്മൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? വേറെ ഏതൊക്കെ റിഡക്ഷനും ഓക്സിഡേഷനും ഉണ്ട്. റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, സ്റ്റീഫൻ റിഡക്ഷൻ, ഡൈബാലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം. അതുപോലെ തന്നെ റോസൻമൺ റിഡക്ഷൻ. എല്ലാ റിഡക്ഷനും ഒരുമിച്ച് വന്നു. ഓക്കെ,
പിന്നെ ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പറയാനുള്ള എന്താണ് ഈ കോമ്പൗണ്ടുകളെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നുള്ളത്. ആദ്യത്തെ ഡിറ്റക്ഷൻ ആൽക്കഹോളിന്റെ ഡിറ്റക്ഷൻ, ലൂക്കാസ് റിയേജന്റ്. രണ്ടാമത്തെ എന്താണ് ഫെറിക്ലോറൈഡ് വെച്ചിട്ട് ഫീനോളിന്റെ, ഇതൊക്കെ നമുക്ക് റിയാക്ഷൻ ഉണ്ട്. ഫെല്ലിംഗ് സൊല്യൂഷൻ ഏതാണ് ആൽഡിഹൈഡിനും കീറ്റോണിനുള്ള ടെസ്റ്റ്. അതുപോലെ എന്താണ് ടോളറൻസ് റിയേജന്റ് ടെസ്റ്റ്, ആൽഡിഹൈഡിനും കീറ്റോണിനുള്ള ടെസ്റ്റ് ആണ് ടോളറൻസ് റിയേജന്റ് ടെസ്റ്റ്. അമീനുള്ള ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹിൻസ്ബർഗ് റിയേജന്റ് ടെസ്റ്റ്. എല്ലാം നമ്മളത് ഓർഡറിൽ വരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ള എന്താണ് ഇതെല്ലാം നിങ്ങൾ നോക്കിയോ, പ്രിപ്പറേഷൻ കഴിഞ്ഞു, കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈ ഒരൊറ്റ സ്ലൈഡിൽ 4 ചാപ്റ്ററിന്റെ എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇതിലുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് അസിഡിറ്റിയും ബേസിസിറ്റിയും. ഇതിപ്പോ അസിഡിറ്റി എന്താണ് ആൽക്കഹോൾസ്, അതുപോലെ എന്താണ് അസിഡിറ്റി ഓഫ് ബേസിറ്റി ഓഫ് എന്താണ് അമീൻസ്. പിന്നെ ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സ് നെയിമിംഗ് ആണ്. ഓക്കെ, ഇതിൽ കുറച്ച് സംഭവങ്ങൾ മിസ്സായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, അടുത്ത സ്ലൈഡ് അടുത്ത പ്രാവശ്യം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതുവരെയാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കി നിർത്തിയത്. ഓക്കെ, അപ്പോ ബാൽഷിമാൻ പഠിക്കാനുണ്ടോ, ഇപ്പോൾ ഡിലീറ്റഡ് പോർഷൻ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അത് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വല്ല കീം എൻട്രൻസോ അല്ല എന്തിനെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാൻ പറ്റും. അതുകൊണ്ടാണ് ആ കാര്യം ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇത്ര നേരം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കമന്റിലൂടെ ചോദിക്കാം. എന്തെങ്കിലും രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അല്ല ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഓക്കെ ആണെന്നുള്ള എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ചാറ്റിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നോട്ട്സ് ഗ്രൂപ്പിൽ ഇല്ല. ഈ 2 ദിവസം ശനി ഞായറും കൂടിയുള്ള ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഗ്രൂപ്പ് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ നമ്മൾ ഈ നോട്ട്സ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിലെ നോട്ട്സ് ഞാൻ എന്ത് ചെയ്ത് തരാം, ഷെയർ ചെയ്ത് തരാം. ഈ പവർ പോയിന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ ഫസ്റ്റ് ചാപ്റ്റർ, ഈ 4 ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ് നമുക്ക് ശരിക്ക്. പക്ഷെ നമ്മൾ അത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. അല്ലാതെ ഒരിക്കലും ഇത് എന്താവില്ല. ഈ എല്ലാ റിയാക്ഷൻ നമ്മളിപ്പോ നോക്കി ഈ ഒരു റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ, ഈ 2 സ്ലൈഡ് പഠിച്ചാൽ ആൽക്കീൻസും ആൽഡിഹൈഡ്സിലെ റിയാക്ഷൻ കഴിഞ്ഞു, അമീൻസിലെ റിയാക്ഷൻ കഴിഞ്ഞു. ഇത് ഡിഫറൻസ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് എന്താവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിലാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക ക്ലാസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഇതിന് കണ്ടിന്യൂഷൻ കിട്ടും. കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മെറ്റീരിയൽ കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ യുവർ കൈൻഡ് ടൈം. ഓക്കെ. പ്രോബ്ലം. നമുക്ക് ആ ഡേറ്റുകൾ നോട്ട് ചെയ്യാം. നമുക്ക് ദിസ് ക്ലാസ് വിൽ കണ്ടിന്യൂ. ഓക്കെ, സാറ്റർഡേ സൺഡേ കേട്ടോ, സാറ്റർഡേ സൺഡേ. ഓക്കെ ഓക്കെ, ബൈ ടാ, ബൈ 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 ബൈ. എൻഡ് ചെയ്യാട്ടോ, ക്ലാസ് എൻഡ് ചെയ്യണേ.